രാഹുലിനെ അയോഗ്യനാക്കാൻ ഒടുവിൽ കിട്ടിയ ഒരു പരാതി. അതായത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അയോഗ്യനാക്കാൻ വേണ്ടി പോകുന്നു എന്നാണ് പറയുന്നത്. ഒരിക്കലും നടക്കില്ല, ഒരിക്കലും നടക്കില്ല. അത് വേറെ കാര്യം, അത് നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷെ ഒരു MLA പരാതി കൊടുക്കണമെന്നുണ്ട്. അങ്ങനെ ഒരു MLA പരാതി കൊടുത്തു. ആ വാർത്തയാണ്. തുടർച്ചയായി ലൈംഗിക പീഡന കേസുകൾ നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിനെ നിയമസഭയിൽ നിന്ന് പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ട് CPM-ലെ DK മുരളി MLA സ്പീക്കർ AN ഷംസീറിന് പരാതി നൽകി. ഈ പരാതി ഇനിയിപ്പം എന്താ പറയാ, എത്തിക്സ് കമ്മിറ്റിക്ക് വിടണം. എത്തിക്സ് കമ്മിറ്റി കൂടിയാലോചിച്ച് കൂടിയാലോചിക്കുക മാത്രമല്ല, അവരിത് സംബന്ധിച്ച് അന്വേഷണം നടത്തി രാഹുൽ മാങ്കൂട്ടം വലിയ അധാർമികമായ കാര്യങ്ങൾ ചെയ്തു എന്ന് ബോധ്യപ്പെട്ട് അത് കഴിഞ്ഞിട്ട് സ്പീക്കർക്ക് അത് റിപ്പോർട്ട് നൽകി. അതിനുശേഷം വേണം അയോഗ്യരാക്കാൻ. ഇനി ആകെ 2-2.5 മാസേ ബാക്കിയുള്ളൂ. അതിന്റെ ഇടയിൽ ഈ പരിപാടി ഒന്നും നടക്കുമെന്നറിയില്ല. മാത്രമല്ല, ഇത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. എത്തിക്സ് കമ്മിറ്റിക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. കാരണം രാഹുൽ മാങ്കൂട്ടം കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് ഇതുവരെ ഒരു കോടതിയും പറഞ്ഞിട്ടില്ല. ഇതൊക്കെ റിമാൻഡ് റിപ്പോർട്ടിലും അല്ലെങ്കിൽ FIR-ലൊക്കെ പറയുന്ന കാര്യങ്ങളല്ലേ. അതല്ലാതെ, കാരണം ഇപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ 3 സ്ത്രീ പീഡന പരാതികളാണ് വന്നത്. ആദ്യത്തേതിൽ ജാമ്യം കിട്ടി, രണ്ടാമത്തേതിന്റെ അറസ്റ്റ് 21-ാം തീയതി വരെ തടഞ്ഞിരിക്കുകയാണ്. മൂന്നാമത്തത് ജാമ്യാപേക്ഷ ഇപ്പൊ നാളെയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കാൻ വേണ്ടി പോകുന്നത്. അതിനും കൂടി ജാമ്യം കിട്ടുകയാണെങ്കിൽ എന്താ യോഗ്യത? ഒരു അയോഗ്യതയില്ല. ഇയാളെ അയോഗ്യനാക്കുകയാണെങ്കിൽ, രാഹുൽ മാങ്കൂട്ടത്തിനെ അയോഗ്യനാക്കുകയാണെങ്കിൽ മുകേഷിനെ അയോഗ്യനാക്കണ്ടേ, വിൻസെന്റിനെ അയോഗ്യനാക്കണ്ടേ? ഇതേപോലെ ലൈംഗിക പീഡന പരാതി എന്താ പറയാ നേരിടുന്ന എത്ര MLA-മാരുണ്ട്, ഇവരൊക്കെ അയോഗ്യനാക്കണ്ടേ? ഇതൊക്കെ വെറുതെ ഞെട്ടിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ്. മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടം MLA സ്ഥാനം രാജിവെക്കണം. എടോ, ഇത് കോൺഗ്രസ്സുകാർക്ക് രാജിവെക്കാൻ പറയാൻ പറ്റില്ല. എങ്ങനെ പറയാൻ പറ്റുക? ജനപ്രതിനിധിയാണ് രാഹുൽ മാങ്കൂട്ടം, അതല്ലാതെ കോൺഗ്രസ് പ്രതിനിധിയല്ല. കോൺഗ്രസിന്റെ ടിക്കറ്റിലാണ് മത്സരിച്ചതൊക്കെ ശരി തന്നെ. കോൺഗ്രസ്സുകാർ മാത്രമാണ് വോട്ട് ചെയ്തത്. അങ്ങനെയാണെങ്കിലും ഓക്കെ, കോൺഗ്രസ്സുകാർ മാത്രമാണ് വോട്ട് ചെയ്തത്. കോൺഗ്രസ് പ്രതിനിധിയാണ്, രാജിവെക്കാൻ വേണ്ടി പറയാം. ഇത് പാലക്കാട്ടെ ഒരു ഇലക്ഷന് ഒരു പാർട്ടി സ്ഥാനാർത്ഥിക്ക് പാർട്ടിക്കാർ മാത്രമാണ് വോട്ട് ചെയ്യുക. അതല്ലാതെ എത്ര ആൾക്കാർ വോട്ട് ചെയ്യും? അവരുടെ വോട്ടിന് എന്താ ഒരു വിലയില്ലേ? രാഹുൽ മാങ്കൂട്ടത്തിന് വേണമെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് സ്വയം തീരുമാനിക്കാം. അതല്ലാതെ രാജിവെക്കണമെന്ന് എങ്ങനെയാണ് KPCC-ക്ക് നിർദ്ദേശിക്കാൻ പറ്റുക? ഇതൊക്കെ അറിയാം, ഇതൊക്കെ സഖാക്കൾക്ക് അറിയാം. ഇതൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിനോടുള്ള ദേഷ്യം, വെറുപ്പ്. കാരണം പിണറായി വിജയനെ മുഖത്ത് നോക്കിയിട്ട് എടോ പിണറായി വിജയ എന്ന് വിളിക്കാൻ തൻ്റെടം കാണിച്ച നേതാവാണ്, യുവ നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അതേപോലെ തന്നെ DYFI-ക്കാർക്കെതിരെ, ഈ അന്തം കമ്മികൾക്കെതിരെ ഏറ്റവും തീക്ഷ്ണമായ രീതിയിൽ ആരോപണങ്ങൾ ഉന്നയിക്കുകയും മാത്രമല്ല, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളർന്നു വരുന്നൊരു നേതാവ്, ആ ഒരു നേതൃനിരയുണ്ട്. ഷാഫി പറമ്പിലേക്ക് ഉൾപ്പെട്ട ഷാഫി പറമ്പിലിനെ പിടിക്കാനാണ് അടുത്ത ശ്രമം. അപ്പൊ ഷാഫി പറമ്പിലിന്റെ മനോവീര്യം കെടുത്തുക, രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള യുവ നേതാക്കന്മാരെ മുഴുവൻ തളർത്തുക, ഇതിനൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾക്കെതിരെ എപ്പോഴും എന്ത് സ്ത്രീപീഡനവും ഉണ്ടാക്കാൻ സാധിക്കും. കാരണം വന്ന സ്ത്രീപീഡനങ്ങളൊക്കെ നമുക്കറിയാലോ. എല്ലാ സ്ത്രീപീഡനങ്ങൾക്കും ഒരേ പാറ്റേൺ ആണ്. ഒന്നിനും വിശ്വാസ്യതയില്ല. കോടതി പോലും എങ്ങനെ എന്തെങ്കിലും വിശ്വാസ്യതയുണ്ടെങ്കിൽ കോടതി പറയില്ലേ? കോടതി പോലും പറഞ്ഞു ഇത് ഇവിടെ ഒരു ബലാത്കാരവും നടന്നിട്ടില്ല, ഒരു ബലാത്സംഗവും നടന്നിട്ടില്ല എന്ന് കോടതി തന്നെ പറയുന്നു. ഇത് ഒന്നാമത്തെ കേസിൽ കോടതി പറഞ്ഞു ഇവിടെ ഒരു ബലാത്കാരവും ഒരു ബലാത്സംഗവും നടന്നിട്ടില്ല. പിന്നീട് ഗർഭചിത്രം സംബന്ധിച്ച് ചില സംശയങ്ങളുണ്ട്, അതിന്റെ പേരിലാണ് ജാമ്യം നിഷേധിച്ചത്. അതാണ് ഹൈക്കോടതി 21-ാം തീയതി വരെ അറസ്റ്റ് തടഞ്ഞത്. രണ്ടാമത്തെ കേസിൽ ജില്ലാ കോടതി തന്നെ ജാമ്യം കൊടുത്തു. ഇനിയിപ്പോ മൂന്നാമത്തെ കേസിൽ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ജോർജ് ജോസഫിനെ പോലുള്ള പ്രമുഖ എന്താ പറയാ പോലീസ് ഉദ്യോഗസ്ഥന്മാര്, TP സെൻകുമാറിനെ പോലെയുള്ള ഉദ്യോഗസ്ഥന്മാർ, അവരൊക്കെ പറയുന്നു ഈ കേസ് നിൽക്കില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഈ യുവതി എങ്ങാണ്ട് അങ്ങപ്പുറത്ത് കാരടി നട്ടം ഒരു ഇമെയിൽ അയക്കുകയാണ്. ആ ഇമെയിൽ സന്ദേശം കിട്ടിയ ഉടനെയാണ് പാതിരിക്ക് പോയി കണ്ട് അറസ്റ്റ് ചെയ്യുന്നത്. ഈ യുവതി അങ്ങനെ ഒരു പരാതിയുടെ പകർപ്പിൽ ഒപ്പിട്ട് കൊടുത്തിട്ടില്ല. ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് മുന്നിൽ മൊഴി രേഖപ്പെടുത്തിയിട്ടില്ല. ഇവര് വൈദ്യപരിശോധനയ്ക്ക് ഇവരെ വിധേയമാക്കിയിട്ടില്ല. ഇവരുടെ ഒരു പരാതി കേൾക്കുമ്പോഴത്തേക്ക് എവിടെ നിന്നോ ഒരു പരാതി ഇമെയിൽ ആയിട്ട് വന്ന ഉടനെ തന്നെ പാതിരാത്രി പോയി കണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ പിടിക്കാന്ന് പറഞ്ഞാൽ ഇത് വേറെ എവിടെ നടക്കൂ? ഇത് രാഹുൽ മാങ്കൂട്ടത്തിനോടുള്ള കലിപ്പ് തീർക്കുകയാണ്. രാഹുലിനെ ഹോട്ടലിൽ എത്തിച്ച് തെളിവെടുത്തു. രാഹുലിനെ ഇങ്ങനെ ജനമധ്യത്തിലൂടെ ഇങ്ങനെ കൊണ്ടു നടക്കുകയാണ്, ചീമുട്ട എറിയാൻ അവസരം കൊടുക്കുകയാണ് എന്ന് പറഞ്ഞാൽ അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. രാഹുൽ അപ്പോഴുമൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ വളരെ കോൺഫിഡൻസിൽ, വളരെ ചിരിച്ചുകൊണ്ട് നിനക്കൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ എന്ന ഒരു മുഖഭാവത്തോടെയാണ് രാഹുൽ മാങ്കൂട്ടം നടന്നു നീങ്ങുന്നത് കേട്ടോ. സാധാരണ രീതിയിൽ ഇത്തരത്തിലുള്ള ഒന്നിന് പിന്നാലെ മറ്റൊന്നായി സ്ത്രീപീഡനങ്ങൾ ഇങ്ങനെ വരിക, ഉള്ള മാധ്യമങ്ങൾ മുഴുവൻ എതിരാകുക, പാർട്ടിക്കാരെതിരാകുക, പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക എന്ന് പറഞ്ഞാൽ തകർന്നു പോകും. മറ്റേതെങ്കിലും നേതാവാണെങ്കിൽ തകർന്നു പോകും, പൊട്ടിക്കരയും.
തല ഉയർത്തില്ല. പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ തല ഉയർത്തിപ്പിടിച്ച് നടക്കുകയാണ്. എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിന് അറിയാം താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ധാർമ്മികമായി വേണം പറയാം, ധാർമ്മികതയൊക്കെ അല്ലല്ലോ ഇവിടെ കോടതി ശിക്ഷിക്കുക. എന്ന് പറഞ്ഞാൽ ഒരു ക്രൈം ഞാൻ ചെയ്തിട്ടില്ല എന്ന് വളരെ കൃത്യമായി രാഹുലിന് ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ചീമുട്ടയേറ് നടന്നോട്ടെ, തെറിവിളികൾ വന്നോട്ടെ, ഈ മാപ്രകൾ മുഴുവനും എതിരായിക്കോട്ടെ, പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിന് അറിയാം താൻ വീണ്ടും സ്വതന്ത്രനായി പോലും പാലക്കാട് മത്സരിച്ചാൽ പുഷ്പം പോലെ ജയിക്കുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ സോഷ്യൽ മീഡിയ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, സോഷ്യൽ മീഡിയ നോക്കിയാൽ അറിയാം 99% ആളുകളും രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പമാണ്. അതിൽ തന്നെ ഭൂരിഭാഗം സ്ത്രീകളാണ്. ഇപ്പൊ ഞാൻ തന്നെ രാഹുൽ മാങ്കൂട്ടത്തെ പിന്തുണച്ചുകൊണ്ട് ഒരു 6-7 വീഡിയോകൾ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചെയ്തു. ഇതിന്റെയൊക്കെ താഴെ വന്ന കമന്റുകൾ നോക്കിയാൽ അതിൽ ഒരു 1-2 കമന്റുകൾ മാത്രമാണ് എതിരായിട്ടുള്ളത്. ബാക്കി മുഴുവൻ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായ, എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായ ഒരു തരംഗമാണ്. കാരണം ജനങ്ങൾക്കറിയാം രാഹുൽ മാങ്കൂട്ടം ഒരു ക്രൈമും ചെയ്തിട്ടില്ല എന്ന്.